കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്യാൻ നമ്മുടെ ഹാർട്ടും ബ്രെയിനും എല്ലാം പറയുന്ന ഒരു ആളുണ്ട്, ദ മെയിൻ പേഴ്സൺ ഓഫ് ദിസ് മൂവി. Please, ladies and gentlemen, put your hands together for the story, screenplay and the director, Charu Vagan. നല്ലൊരു കൈയടി കൊടുക്കുക. Powerful stories speak, but dialogues make them unforgettable. കുറച്ച് ക്വസ്റ്റ്യൻസ് ഇനി വരാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ഡയറക്ടർ സാറിനോടാണ് ഞാൻ ഫസ്റ്റ് എനിക്ക് ചോദിക്കാൻ വേണ്ടി എനിക്കിരിക്കുന്നത്. So please, so you're coming from this different region, but then why did you choose having the Malayalam language? Thanks. Why did you choose Malayalam as your prominent language, and that is your baby child also? Can you tell? Thank you everyone for coming. India's best film industry is Malayalam, so it's not selection. നല്ലൊരു കൈയ്യടി കൊടുക്കുക. To be debuted in Malayalam film industry, and thanks a lot. Thank you very much. One more. I'm not going to buzz you up with all those questions. What kind of experience do you say that the audience is going to get? One liner. No spoilers. Maharaja Hostel is a film which make you laugh and chill at the same time. So it is a horror comedy, light-hearted. So everyone will enjoy the film. Hoping. Thank you. Thank you very much, sir. Maharaja Hostel കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലൈറ്റ് ഹാർട്ട് കോമഡി സിനിമ. നമ്മൾ കുറച്ച് ഗ്യാങ് ഒക്കെ ആയിട്ട് തിയേറ്ററിൽ വന്നിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സിനിമയായിരിക്കും. കുറച്ച് ഹൊറർ, കുറച്ച് കോമഡി, അങ്ങനെ എല്ലാവരും എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഒരു ചെറിയ സിനിമ. താങ്ക് യു. നമ്മൾ വേലുചേട്ടനാണ്. വേലുചേട്ടൻ വന്നപ്പോൾ എന്നോടൊന്നും ചോദിക്കരുത്, ഞാൻ അവിടെ ഒന്നും മിണ്ടില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോജക്റ്റിൽ വേലുചേട്ടന് എന്തെങ്കിലും ചാലഞ്ച് തോന്നിയിട്ടുണ്ടോ? എന്തെങ്കിലും ചാലഞ്ച് തോന്നുന്നത് എന്തായിരിക്കും? അത് ഫുൾ ചാലഞ്ച് ആയിരുന്നു. ചലഞ്ച് അങ്ങനെ പ്രത്യേകിച്ച് ചലഞ്ച് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഒന്നും ഉണ്ടായില്ലേ? പ്രത്യേകിച്ചൊരു ചലഞ്ചായിട്ടല്ല, ഞങ്ങളിതൊരു എൻജോയ്മെന്റ് എന്നുള്ള രീതിയിൽ വളരെ രസകരമായിട്ടുള്ള ഒരു ടീമായിരുന്നു. ഒരു സിനിമ ചെയ്യുന്ന അതുപോലുള്ള ഒരു ടാസ്ക് ഒന്നും ഇതിൽ വന്നിട്ടില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പം ആങ്കർ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ ചെറിയൊരു ടീമായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ അത് വർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ അതിലേക്ക് എന്നെ ക്ഷണിച്ച എല്ലാവർക്കും നന്ദി. താങ്ക് യു വെരി മച്ച്. നമ്മുടെ ഡൂഡു ചേട്ടനാണ് ഇവിടെ ഉള്ളത്. എന്താണോ അത് എനിക്കിത് തരുന്നത്? ഓക്കെ, ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതൊരു ടീം നമ്മളുണ്ടാവും. ആ ടീമിൽ നിങ്ങൾ കണ്ടത് എന്താണ്? അതൊരു സ്റ്റോറിയാണോ, അതോ നമ്മുടെ ഈ ഒരു ടീമിന്റെ ബിലീഫാണോ, ഒരു വിഷൻ എന്താണ്, എങ്ങനെയാണ്, എന്തായിരുന്നു ആക്ച്വലി ആ ഒരു ഫോഴ്സ്? നമുക്കിത് സ്റ്റാർട്ട് എന്ന് പറയാം. നമുക്കൊരു ടീം തന്നെയാണ്. കാരണം അസ്കറിനൊക്കെ നേരത്തെ അറിയുന്നതാണ്, നമ്മൾ വേറൊരു പടം ചെയ്തുകൊണ്ട്. പിന്നെ ഈ ഒരു ടീം നല്ല ഇതിൽ പോകുന്നുള്ള അറിയാം. പിന്നെ കൂടുതൽ സംസാരിച്ച് എനിക്ക് പരിചയമില്ല. പടം വരിക, കാണാൻ ഹിറ്റാക്കുക. അത് ശരിയാ, നല്ലൊരു കൈയ്യടി കൊടുക്കുക. ഓക്കെ, ഇവരെനിക്കൊരു എല്ലാം കൂടെ ഒരു ഔട്ട്പുട്ട് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. സോ എൻ്റെ ടാസ്ക് വാസ് ലൈക്ക് അതെങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എലിവേറ്റ് ചെയ്യാന്നുള്ളായിരുന്നു. സോ അതിനുള്ള എഫേർട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഐ തിങ്ക് ബാക്കി സ്ക്രീനിൽ കാണാൻ പറ്റുമായിരിക്കും. ഡെഫിനറ്റ്ലി നല്ലൊരു കൈയ്യടി കൊടുക്കാം. നമുക്ക് എന്തായാലും സ്ക്രീനിലാണ് നമ്മൾ കാണാൻ പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഇസ് നോട്ട് ഫാർ അവേ. ഇനി നമ്മൾ കോസ്റ്റ്യൂം ചേച്ചിയുടെ അടുത്ത് എന്തായാലും സരിത ചേച്ചിയുടെ അടുത്ത് ചോദിക്കാൻ പോകുന്നത്, ഇത്രയും പിള്ളേരെ എങ്ങനെ മേച്ചിട്ട് എങ്ങനെയാണ് ജെൻസി? കാരണം അവർക്ക് അവരുടേതായ ഒരു സ്റ്റൈൽ ഉണ്ടാവും ഇല്ലേ? നമുക്ക് ജെൻസി പിള്ളേർക്ക് ഭയങ്കര ഡിഫറെൻറ്റ് സ്റ്റൈലാണ്. അതുകൊണ്ട് നമ്മളൊരു ഫിലിമിന്റെ ഉള്ളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വാട്ട് എഫേർട്ട് വാസ് ഇറ്റ്? പെട്ടെന്ന് മാറാൻ പറ്റിയോ? ഒന്നും മാറില്ല. പക്ഷെ ക്യാരക്ടറിന് വേണ്ടത് കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഡയറക്ടർ സാറും അവർക്ക് വേണ്ട ടീമിന് വേണ്ടത് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ബാക്കി നമുക്ക് സ്ക്രീനിൽ കാണാം. താങ്ക് യു. ഓക്കെ, ഇനി എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളും കൂടി ഉണ്ട് ഇവിടെ, നമ്മുടെ സ്വന്തം അഷ്കർ. യെസ്, ക്രിയേറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ഓൺ വിഷനും ഓഫ് വിഷനും നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ വേണ്ടി ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് എഫേർട്ട്. സോ എന്താണ് ആ എഫേർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ബിലീഫ് ഉണ്ടാവും? വാട്ട് വാസ് ദാറ്റ്? ആ ഒരു ഫോഴ്സ് എന്തായിരുന്നു ഒരു ബിലീഫിന് ചെയ്യാൻ വേണ്ടിയിട്ട്? ഫോഴ്സ് പറയുന്നത് ആദ്യം ഞങ്ങളിങ്ങനെ കമ്പനി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു ചെറിയ സിനിമ ചെയ്യാന്നുള്ള പ്ലാൻ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഹൈദരാബാദിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെറിയ സിനിമ ചെയ്യാം. അപ്പോൾ കഥ എഴുതിയപ്പോൾ അങ്ങനെ മലയാളം ചെയ്യാന്നുള്ളൊരു പ്ലാന് ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് മലയാളം ചെയ്യുമ്പോൾ പുതിയ പുതിയ ഐഡിയകളും ഡിഫറെൻറ്റ് കൺസെപ്റ്റൊക്കെ ആക്സെപ്റ്റൻസ് കൂടുതൽ മലയാളത്തിലായിരിക്കും എന്നുള്ളൊരു വിശ്വാസം എല്ലാവർക്കും ഉണ്ടായിരുന്നു.
വർക്ക് ചെയ്യാം, എനിക്ക് ഇത് കാര്യം ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു നമുക്കൊരു തോന്നലുണ്ടാവുമല്ലോ, നമുക്കൊരു വിശ്വാസം ഉണ്ടാവും. നമ്മുടെ ഈ വിഷൻ, ഈ ഒരു ഫിലിമിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് കറക്റ്റായിട്ട് ചെയ്താലേ നമ്മുടെ ഷെഡ്യൂൾ കറക്റ്റ് ആവുള്ളൂ. സോ എന്തായിരുന്നു ചേട്ടനെ അങ്ങനെ ഒരു ബിലീവ് ചെയ്ത് നമുക്ക് ഈ ടീമിനെ നമുക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് ചെയ്യാൻ പറ്റും, നമ്മുടെ മൊത്തം ടീമായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് സപ്പോർട്ട് ചെയ്ത് എല്ലാ കാര്യം ചെയ്യാൻ പറ്റും എന്ന് തോന്നിയത്? 22 വർഷമായി ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ സെയിം ജോലി ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഏത് നല്ലൊരു കൈയടി കൊടുക്കട്ടെ നമ്മൾ, പ്ലീസ് ഗൈസ്, ഓൾ റെസ്പെക്ട്. നമ്മൾ പുതിയ സിനിമ ചെയ്യുന്ന രീതിയിൽ ഇത് അപ്രോച്ച് ചെയ്യാം. എനിക്ക് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അപ്രോച്ച് ചെയ്യാറില്ല. ബിക്കോസ് എല്ലാ പടത്തിനും അതിൻ്റെതായ റിസ്ക് ഉണ്ട്. പിന്നെ അസ്കർ എൻ്റെ അടുത്ത പടം DOP ചെയ്തതാണ്, ഡുഡു, ഇവരെല്ലാം പരിചയമുള്ള ആൾക്കാരാണ്. പിന്നെ ഏത് സിനിമ വന്നാലും നമ്മുടെ ഒരു ധൈര്യമുണ്ട് ഇത് ഈ ബഡ്ജറ്റിൽ നിർത്താം. അത് നമ്മുടെ കോൺഫിഡൻസ് ആണ്, ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ്. പിന്നെ സിനിമ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്ഷൻ കൺട്രോളുടെ അണ്ടറിലല്ല, എല്ലാവരുടെയും കൂട്ടായ്മയാണ്. മീൻസ് പ്രൊഡക്ഷൻ ചെയ്യുന്ന തൊട്ട് വണ്ടി ഓടിക്കുന്ന പിള്ളേർ അടക്കം നിന്നാലേ നമുക്ക് സിനിമ ചെയ്യാൻ പറ്റും, ബഡ്ജറ്റ് ചെയ്ത്. അപ്പോൾ എല്ലാവരോടും ഒരേപോലെ പെരുമാറി ഒരേപോലെ അവർ ഡീൽ ചെയ്ത് വേണം നമുക്ക് സിനിമ ചെയ്യാം. ഈ സിനിമയിലും സാധാരണ ഞാൻ സിനിമ ചെയ്യുമ്പോൾ ത്രൂ ഔട്ട് സിനിമയുടെ കൂടെ എനിക്ക് ഇതിൽ കുറേ ദിവസം വരാൻ പറ്റില്ല, ബിക്കോസ് എൻ്റെ 2 പടം നടക്കുന്നുണ്ടായിരുന്നു. എങ്കിലും മാക്സിമം ടൈം എനിക്ക് അസ്കറിൻ്റെ കൂടെ, കാരണം അസ്കറിന് എന്നോടുള്ള വിശ്വാസം അതായിരുന്നു വരുമ്പോൾ. എങ്കിലും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അത് തീർത്തു കൊടുക്കാൻ എനിക്ക് പറ്റി. പിന്നെ ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി ഫാമിലിയോട് കാണുക, വിജയിപ്പിക്കുക, എങ്കിലേ നമുക്ക് അടുത്തൊരു മൂവി ഇതുപോലുള്ള പ്രൊഡ്യൂസേഴ്സിലൂടെ കൊണ്ടുവരാൻ പറ്റും. അതൊരു വണ്ടർഫുൾ മെസ്സേജ്. വി ആർ ഗോയിങ് ടു ഹാവ് ദ ടീസർ ലോഞ്ച്. സോ ലൈറ്റ്സ് ആൻഡ് നമുക്കൊരു പ്രത്യേക വി വിൽ കൗണ്ട് ഡൗൺ. വിൽ സ്റ്റാർട്ട് അവർ കൗണ്ട് ഡൗൺ ഫ്രം 5, 4. നമുക്ക് അങ്ങനെ കൗണ്ട് ഡൗൺ ചെയ്യാം. റെഡി അല്ലേ? ബാക്കിലിരിക്കുന്നത് എല്ലാവരും റെഡി? സൂപ്പർ. നീ ഒരുപാട് ബിൽഡപ്പ് കൊടുക്കല്ലേ. ഈ ഹോസ്റ്റലും ചീപ്പാണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും അതിലും ചീപ്പാണ്. ഫോർ എക്സാമ്പിൾ MGR. പുള്ളി ഉറങ്ങിയ ഈ ഹോസ്റ്റൽ ഉണരും, പുള്ളി ഉണർന്ന ഈ ഹോസ്റ്റൽ ഉറങ്ങും. അവന്റെ അരവിന്ദന്റെ കൈ കൊണ്ടായിരിക്കും. എന്നിട്ട് കൈ മറക്കുന്നുണ്ടല്ലോ. വെൽക്കം ടു മഹാരാജ ഹോസ്റ്റൽ. യെസ്, ഇതാണ് നമ്മുടെ ടീം. ഇനി നല്ലൊരു കൈയടി കൊടുക്കാം. നമ്മുടെ ടീമിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി കൈയടി കൊടുക്കാൻ വേണ്ടത്. എന്താണ് പെർഫോമൻസ് ചേട്ടാ? എവിടെയാണ് നിങ്ങളെല്ലാവരും? ഗേൾ നെക്സ്റ്റ് ഡോർ, ആൻ മറിയ അല്ലേ? ഓക്കെ, സോ ഒറ്റ ഇതിൽ പറയുകയാണെങ്കിൽ ഹൗ ഡിഡ് യു ഫീൽ ആഫ്റ്റർ സീയിങ് ദിസ് ടീസർ? അടിപൊളി. ഓക്കെ, വെരി ഹാപ്പി. കൻ ഐ ഹാവ് ദ മൈക്ക്? ഒരു മൈക്ക് കയ്യിൽ വെച്ചിട്ടുണ്ടല്ലേ? ഓഹോ, അത് ഇവിടെയും തുടങ്ങി കുസൃതി. എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് വെരി ഹാപ്പി ഒന്നുമല്ല, എനിക്ക് ഒരു ലൈനിൽ കുറച്ചുകൂടി ഒന്ന് എലാബറേറ്റ് ചെയ്തു. വാട്ട് യു ഹാവ് ടു സേ? ആദ്യം ഞാൻ അഷ്കറിനെ കണ്ട് സിനിമയുടെ ഇത് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ക്രൂ ആയിരുന്നു എല്ലാ ആൾക്കാരും. അപ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ അത് എങ്ങനെ എത്രമാത്രം വരുമെന്നുള്ള സംഭവം. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളിലും മുകളിലാണ് ഈ ട്രെയിലറും ഈ സിനിമയെല്ലാം. നല്ലൊരു കൈയടി കൊടുക്കാം. യെസ്, ദാറ്റ് മേഡ് എ ഹ്യൂജ് വൺ. അപ്പോൾ അത് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളെ പ്രതീക്ഷകൾക്കപ്പുറം ഒരു സാധനം തരിക എന്ന് പറയുന്നത് അത് ചെറിയൊരു കാര്യമല്ല. അപ്പം ഓക്കെ, ഇനി അഖിലിൻ്റെ അടുത്ത് ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ടീസറിൽ നമ്മൾ കണ്ടത് ആക്ച്വലി ഒരു ഫിയറും ആ ഒരു ഹൊററും ആ കോമഡിയും എല്ലാം കൂടിയിട്ടുണ്ട്. സോ ആസ് എൻ ആക്ടർ വാട്ട് ഡു യു തിങ്ക്, ഏതായിരുന്നു ചാലഞ്ച്? കാരണം ഞാൻ കേട്ടിട്ടുണ്ട് ഇന്നസെൻ്റ് ഒക്കെ പറയുമ്പോൾ നമ്മൾ തമാശ പറഞ്ഞ് നമ്മൾ അവരോട് പറഞ്ഞിങ്ങനെ ഫലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ഒരു സ്ട്രെസ്. എന്തായിരിക്കും അത്? നമ്മുടെ ഫസ്റ്റ് മൂവി ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അവരെ വെച്ച് കമ്പയർ ചെയ്യാനൊന്നും പറ്റൂല. പക്ഷെ ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. പക്ഷെ അതിന്റെ ഫസ്റ്റ് ഹാഫ് ഒക്കെ ഭയങ്കര ഫണ്ണായിരുന്നു. പിന്നെ നമ്മൾ ശരിക്കും ഒരു റോളർ കോസ്റ്റർ റൈഡിൽ കയറിയ പോലെ ആയിരുന്നു. ആദ്യമൊക്കെ ഭയങ്കര രസമായി പോയിട്ട് പിന്നെ ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. നൈസ്, താങ്ക് യു. ആൻമറിയ, ഈ ഒരു നമ്മളിപ്പോൾ ടീസറിൽ കണ്ടിരുന്നു ആൻമറിയ ഒരു സ്റ്റാൻഡ് ഔട്ട് ആയിട്ട്. ഓക്കെ, സോ ഐ ജസ്റ്റ് വോണ്ട് ടു ആസ്ക്, എന്തെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു? ബിക്കോസ് ഓൾറെഡി അഷ്ക വാസ് ടെല്ലിങ് യു ആർ ദ സിമിലാരിറ്റി വാസ് ദ ഗേൾ നെക്സ്റ്റ് ഡോർ ദേ വാണ്ടഡ്. സോ എനി അതർ പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു റോളിന് വേണ്ടിയിട്ട്? അങ്ങനത്തെ രീതിയിൽ പ്രിപ്പയർ ഞങ്ങൾക്ക് എല്ലാവർക്കും ആക്ടിംഗ് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. സോ അവരെന്നെ തന്ന ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് അവസാനം പേടിയായി, ഇനി ഒരു ശരിക്കും ഓഡീഷൻ ചെയ്ത് എടുത്തിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചൊന്നും ഞാൻ ആലോചിച്ചു പോയി മറ്റേ ആക്ടിങ്ങിൻ്റെ സമയത്ത് റീടേക്ക് ഒക്കെ വരുമ്പോൾ. ബട്ട് ഭയങ്കര രസം. ഞങ്ങളുടെ വർക്ക്ഷോപ്പിൽ തന്നെ ഞങ്ങളെല്ലാവരും കംഫർട്ടായി. ഞങ്ങളുടെ മെയിൻ ചാലഞ്ച് വാസ് എല്ലാവരും സിങ്ക് ചെയ്യാനായിരുന്നു ദ മെയിൻ ചാലഞ്ച്. സോ മെയിൻലി ഇതിനകത്തെ ഒരു റോൾ എന്ന് വെച്ചാൽ
എനിക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ സ്പോയിലർ ആവുമെന്നൊരു സംശയം. വേണ്ട വേണ്ട, നമുക്ക് സ്പോയിലർ എത്തണ്ട. നമുക്ക് എല്ലാം നമ്മൾ ഇനിയുണ്ട്. കാരണം ഇനിയാണ് നമ്മൾ പ്രൊമോഷൻ ശരിക്കും ഈ ആക്ടേഴ്സിന് വെച്ച് നിങ്ങൾ ഇനി തുടങ്ങാൻ പോകുന്നത്. സോ ദാറ്റ് ഈസ് ജസ്റ്റ് വെയിറ്റിംഗ് അറൌണ്ട് ദ കോർണർ. സോ താങ്ക് യു. ശരത്, സോ ജസ്റ്റ് ആസ്കിങ് യു, ശരത്, ഓക്കെ, ലൈക്ക് നമ്മൾ ഈ ഫിലിം ഇപ്പൊ തൻ്റെ അടുത്ത് വന്നപ്പോൾ വാട്ട് മേഡ് യു സേ യെസ്, ഞാനിത് ചെയ്യാണ്, ഞാൻ റെഡിയാണ്, എനിക്കിത് പറ്റും എന്ന് തോന്നി? അല്ല, ഫസ്റ്റ് ഞാൻ യെസ് പറയാനുള്ള കാരണം അവർ എൻ്റെ അടുത്ത് സിനിമ കൊണ്ട് വന്നു എന്നുള്ളത് തന്നെയാണ്. എൻ്റെ അടുത്ത് ആ ഒരു സിനിമയ്ക്ക് വിളിച്ചിട്ടില്ല, എൻ്റെ ഫസ്റ്റ് സിനിമയാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, അത് കണ്ടിട്ടാണ് അവർ വിളിച്ചത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഞാൻ അവരടുത്ത് പറഞ്ഞത്, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ ഓക്കെയാണ്, എന്നെ ഇതിന് മുമ്പ് ആരും സിനിമയ്ക്കൊന്നും വിളിച്ചിട്ടില്ല, ഇനി വിളിക്കുമെന്ന് അറിയില്ല. ചിലപ്പോൾ ഇത് കണ്ടിട്ട് ഇപ്പം ഈ കണ്ടതൊന്നും അല്ല കേട്ടോ, ഇതിൽ ഒരുപാട് സംഭവം ഉണ്ട്, ഇതൊന്നും കാണിച്ചില്ല, കാണിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. ട്രെയിലറല്ലേ? അതാ, ഇങ്ങനൊന്നല്ല, ഇതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ഇനി ഒരുപാട് പേര് അതാണ് നമ്മൾ ആക്ച്വലി അവരോട് പറയേണ്ടത്. ദാറ്റ് ഇസ് വാട്ട് യു ഹാവ് ടു ടെൽ എവറിബഡി. ലൈക്ക് നമ്മളൊരു ഫിലിം എല്ലാവരും വന്ന് കുടുംബസമേതം വന്നിരുന്ന് കാണണം, എന്നാലാണ് ഇതിന് ഒരുപാട് ഇനി എലിമെന്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഐറ്റംസ് ഇതിൽ ഇനി കിടക്കുന്നുണ്ട്, തിയേറ്ററിൽ കാണാൻ സസ്പെൻസ് ഇനിയുമാണ് ബാക്കിയുണ്ട്, അതാണ് അതിന്റെ പ്രോഡക്റ്റ്. ഓക്കെ, സോ ആൻഡ് ലാസ്റ്റ് ടു യു, സോ ഹൗ ഡു യു ഫീൽ നമ്മുടെ ഈ ഒരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോഴും അതേപോലെ സ്വന്തമായിട്ട് നമ്മൾ ഒരു നമ്മൾ വലിയ സ്ക്രീനിൽ കാണും? ബിക്കോസ് ദാറ്റ് ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഒരുപാട് പേര് സിനിമ എന്ന് പറഞ്ഞ് സ്വപ്നം കണ്ട് നടക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ആ ഒരു സ്പേസും കിട്ടണവും ഉണ്ടാവില്ല. പക്ഷേ യു വൺ ഓഫ് ദ പീപ്പിൾ ദൈക്കനോ നമ്മളിപ്പോൾ അപ്ബ്രിങ്ങിങ് ആയിട്ട് വരുന്നതിൽ നമ്മുടെ പിള്ളേരിലുള്ളത്, യു ഗോട്ട് എ സ്പേസ് ഇങ്ങനെ ആൻഡ് സീയിങ് യുവർ സെൽഫ് ഓൺ ദാറ്റ് ബിഗ് സ്ക്രീൻ along with ഒരു നല്ലൊരു ഒരു ടീമിൻ്റെ കൂടെയും, ആൻഡ് യു ഹാവ് എ കപ്പിൾ ഓഫ് പീപ്പിൾ സപ്പോർട്ടിങ് വിത്ത് യു. ഹൗ ഡു യു ഫീൽ? അതിന് തന്നെ ഇങ്ങനെ ടീമിനോട് വർക്ക് ചെയ്യാൻ സാധിച്ച തന്നെ ഒരു ഭാഗ്യമാണ്. കാരണം അഷ്കർക്ക് അടിച്ചിരിക്കുന്നത് പുള്ളിയൊക്കെ ഫുൾ സപ്പോർട്ടായിരുന്നു. എല്ലാവരും, ചാരു സാറ്, രാജേട്ടൻ, എല്ലാവരും ഫുൾ സപ്പോർട്ടായിരുന്നു. മാമനും എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. പക്ഷെ എനിക്ക് എടുത്തു പറഞ്ഞിട്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ സിനിമയിലോട്ട് എത്തിപ്പെട്ടെന്ന് വെച്ചാൽ ഭയങ്കര പാടായിരുന്നു. ഇപ്പം ഇൻസ്റ്റാഗ്രാമിലുള്ള അല്ലെങ്കിൽ വീഡിയോസ് ചെയ്യുന്ന ഞങ്ങളെപ്പോലുള്ളവർക്ക് ഒരു അവസരം കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. നല്ലൊരു കാര്യം കൊടുക്കുക. കാരണം സോഷ്യൽ മീഡിയ ഇസ് ലൈക്ക് ആ ഒരു മീഡിയ പ്ലാറ്റ്ഫോം എന്നാണ്. അതുപോലെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പണ്ടത്തെ ആൾക്കാരുടെ പോലെയല്ല, നമുക്കിപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കറക്റ്റായിട്ട് നമ്മളത് ഇവാലുവേറ്റ് ചെയ്ത് ആ ഒരു ടാലന്റ് കണ്ടുപിടിക്കലാണ് ഇപ്പോൾ നമ്മൾ ആ ഒരു ഇത്, ശരിയല്ലേ? Okay, so thank you very much to the crew, and I hope we are going to see magic unfold when the film is going to release. So thank you everyone. ഇപ്പം ഈ കാണിച്ച സപ്പോർട്ട് പടം റിലീസ് ചെയ്യുന്നുണ്ടാവും.